ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമുക്ക് ബ്രദർ വിക്ടറിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. 29 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടിയുണ്ടായിരുന്ന മഹത്വത്താൽ എന്നെ അവിടുത്തെ സന്നിധിയിൽ മഹത്വപ്പെടുത്തണമേ എന്ന വചനം പൂർത്തിയാക്കിക്കൊണ്ട് സെക്കന്ദരാബാദിൽ വെച്ച് തൻ്റെ അവസാന ശുശ്രൂഷ പൂർത്തിയാക്കി ജൂൺ 27-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ കർത്താവ് തനിക്കായി വച്ചിരിക്കുന്ന ആ നീതിയുടെ കിരീടം സ്വീകരിക്കുവാനായിട്ട് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയ ദിവസമാണ് ജൂൺ 27, 1997. അന്ന് കോരിച്ചൊരിയുന്ന മഴയിൽ അദ്ദേഹത്തെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കിയപ്പോൾ അനേകർ സാക്ഷികളായി ദൈവവചനത്തിന് വേണ്ടി നിന്ന ആ കാലഘട്ടങ്ങൾ ഇപ്പോഴും ഓർമ്മയിലൂടെ കടന്നു പോവുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ 2 തിമോത്തിയോസ് 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ നീതിയുടെ കിരീടത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം സമാഗതമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് വേണ്ടി മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി തന്നെ. അങ്ങനെ ആ നീതിയുടെ കിരീടം സ്വീകരിക്കാനായിട്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി കർത്താവ് വിളിച്ച സമയത്ത് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുകയാണ്. 1 കൊരിന്തോസ് 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണ്. ആകയാൽ ആ സമ്മാനം ലഭിക്കുവാൻ വേണ്ടി ഓടുവിൻ. ബ്രദറും അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന ശേഷം ആ നിത്യസമ്മാനം വാങ്ങുവാൻ വേണ്ടി സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ഒരു ആത്മീയ ഗുരുവിന് വേണ്ട, ഒരു സ്പിരിച്വൽ ഫാദറിന് വേണ്ട എല്ലാ ഗുണങ്ങളും ദൈവം വാർത്തെടുത്ത ഒരു വ്യക്തിയായിരുന്നു ബ്രദർ വിക്ടർ. അദ്ദേഹത്തെ ദൈവം പരിശീലിപ്പിച്ച് അനേക കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും അങ്ങനെ അനേകർക്ക് ആ ഫലം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. അങ്ങനെ ബ്രദറിനെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിച്ച് കർത്താവ് അനേക കാര്യങ്ങൾ ബ്രദറിനെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 94-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ, കർത്താവ് ശാസിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് ശാസിച്ച് നിയമങ്ങൾ പഠിപ്പിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ വചനം പൂർത്തിയാക്കിക്കൊണ്ട് അനേക കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് ബ്രദറിനെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അനേകരെ ആത്മീയമായി നയിക്കുവാൻ വേണ്ടി ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ 1-ാം അധ്യായം 11-ഉം 12-ഉം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതിനെ പഠിപ്പിച്ചതുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. ബ്രദർ വിക്ടറിനെ സംബന്ധിച്ചും മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാതെ ആ കർത്താവിൻ്റെ വെളിപാടിൽ നിന്ന് പഠിച്ചുകൊണ്ട് അനേകരെ ഈശോയിലേക്ക് നയിച്ച നമ്മുടെ എല്ലാം ഒരു ആത്മീയ പിതാവാണ് ബ്രദർ വിക്ടർ. ഈ മാസങ്ങളിൽ ബ്രദറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കുവാൻ, പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാൻ,
തിരുസഭയോടുള്ള സ്നേഹം, പരിശുദ്ധ കുർബാനയോടുള്ള ആഴമായ സ്നേഹം, ഇവയെല്ലാം ലഭിക്കുവാനും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ഒരു കുടുംബനാഥനായിരിക്കെ അഥവാ ഒരു നിയമ പണ്ഡിതനായിരിക്കെ കർത്താവിൻ്റെ വിളി ലഭിച്ച് ആ വിളിയോട് യേസ് പറഞ്ഞവൻ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ പരിശുദ്ധ കന്യാമറിയം ദൈവത്തോട് പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. അതേ, ദൈവം തൻ്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് വിളിച്ച നിഷ്കളങ്കനായ ഒരു വ്യക്തിയും കർത്താവിനോട് യേസ് പറയുകയാണ്. ദൈവരാജ്യത്തിലെ അനേക രഹസ്യങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുവചനത്തിൽ, ആദ്യം അവനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും, തൻ്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. ഈശോയിൽ വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെ നയിക്കുവാനോ ഈ ദൈവിക കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത സമയങ്ങളിലെല്ലാം കർത്താവ് തന്നെ ഓരോ കാര്യങ്ങളെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് കൊണ്ടുവരികയാണ്. ഇവിടെ പറയണം, ആദ്യം അവനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അങ്ങനെ ഭയവും ഭീരുത്വവും എല്ലാം ഉളവാക്കി കർത്താവ് തൻ്റെ രാജ്യത്തിലെ രഹസ്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈശോയിലേക്ക് വന്ന ശേഷം അദ്ദേഹം എടുത്ത തീരുമാനം 1 കൊരിന്തോസ് 2-ാം അധ്യായം 2-ാം തിരുവചനമായിരുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഈ തീരുമാനമാണ് ദൈവരാജ്യത്തിലെ അനേക രഹസ്യങ്ങൾ ഈ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുവാൻ ഇടയായതും അനേക ആത്മാക്കളെ കർത്താവിലേക്ക് നയിക്കുവാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം പാകുവാനും അദ്ദേഹത്തെ ദൈവം ഒരു ഉപകരണമാക്കാൻ കാരണം. 1 കൊരിന്തോസ് 2-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചനത്തിൽ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവിക ശക്തിയാകാനായിരുന്നു. അത് വലിയൊരു രഹസ്യം കർത്താവോട് പറയുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ രഹസ്യം മാനുഷിക വിജ്ഞാനമാകാതെ, നമ്മുടെ ബുദ്ധിതലത്തിലാകാതെ ദൈവിക ശക്തിയിൽ ആകണമെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മളെ ആത്മാവിൽ നയിക്കുന്ന നമ്മുടെ ആത്മീയ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഇവിടെ പറയാണ്. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ഇത് തന്നെയായിരുന്നു ബ്രദർ വിക്ടർ എന്ന ആത്മീയ മനുഷ്യൻ്റെ ആത്മീയ ഗുരുവിൻ്റെ പ്രബോധനങ്ങളും ദൈവിക ശക്തിയും ദൈവവചനത്തിലും അടിസ്ഥാനപരമായിരുന്നു. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 തെസ്സലോനിക്ക 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുന്നത്, സുവിശേഷം ഭരമേൽക്കുവാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതെ, ബ്രദറിനെയും ദൈവം ആ സുവിശേഷം പ്രസംഗിക്കുവാൻ യോഗ്യനെന്ന് അംഗീകരിച്ച് ദൈവം തന്നെ അഭിഷേകം ചെയ്ത് അയക്കുകയാണ്. ഈ ഒരു ആത്മീയ അടിസ്ഥാനത്തിൽ നമ്മളും വളർന്നു വരുമ്പോഴാണ് നമ്മളെല്ലാം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ ഈശോ തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇതാണ് യഥാർത്ഥ അടിസ്ഥാനം. ഈശോ ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അടിസ്ഥാനത്തിന്മേലാണ് കർത്താവ് തൻ്റെ സഭ സ്ഥാപിക്കുന്നത്. അവിടെ പറയണ, പത്രോസേ നീ പാറയാണ്. അത്ര വലിയ അടിസ്ഥാനത്തിലാണ് ദൈവമായ കർത്താവ് തൻ്റെ സഭ സ്ഥാപിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൽ ഈ ഒരു അടിസ്ഥാനം, ഈശോ ദൈവപുത്രനാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അനേക ദൈവരാജ്യത്തിലെ രഹസ്യങ്ങൾ നമ്മൾക്ക് വെളിപ്പെടുത്തി വരുവാൻ ദൈവം തിരുമനസ്സാകും. ഇതായിരുന്നു ബ്രദർ വിക്ടറും തൻ്റെ അജഗണത്തിന് നൽകിയ സുവിശേഷ പ്രഘോഷണങ്ങൾ.
ആ കാലഘട്ടത്തിൽ അനേകർക്ക് വെളിപ്പെടുത്താത്ത അനേക ദൈവിക രഹസ്യങ്ങൾ ബ്രദറിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് ബ്രദർ കൈവെപ്പിനെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തിയനുസരിച്ച് ശക്തമായി പറഞ്ഞപ്പോൾ അനേകർ അദ്ദേഹത്തെ എതിർക്കുകയാണ് ചെയ്തത്. ബ്രദർ പറയുമായിരുന്നു, 1 തിമോത്തിയോസ് 5-ാം 22-ാം തിരുവചനത്തിൽ, ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ മറ്റുള്ളവരുടെ പാപത്തിൽ പങ്കുചേരുകയോ അരുത്, നീ വിശുദ്ധി പാലിക്കണം. അതായത് വിശുദ്ധിയെക്കുറിച്ച് ശക്തമായി പ്രഘോഷിച്ച ഒരു മനുഷ്യനായിരുന്നു ബ്രദർ. അദ്ദേഹം പറയുമായിരുന്നു, നമ്മൾ വിശുദ്ധി പാലിക്കാതെ ദൈവം നമ്മളിൽ ഇല്ലാതെ നമ്മൾ കൈവച്ചാൽ നമ്മളിലുള്ള പാപങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ആത്മീയ ശക്തിയില്ലാതെ നമ്മൾ കൈവച്ചാൽ അവരുടെ പാപങ്ങൾ നമ്മളിലേക്ക് വന്ന് കയറുമെന്ന്, അവരുടെ ആ തിന്മകളിൽ നമ്മളും പങ്കുകാരാകുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 തിമോത്തിയോസ് 5-ാം 22-ാം തിരുവചനത്തിൽ പറയുന്നത്, ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ മറ്റുള്ളവരുടെ പാപത്തിൽ പങ്കുചേരുകയോ അരുത്. 2 തിമോത്തിയോസ് 1-ാം 6 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അഭ്യർത്ഥിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. അപ്പോൾ കൈവെക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് ദൈവസ്നേഹവും ദൈവശക്തിയും ആത്മനിയന്ത്രണവും നമുക്ക് ലഭിക്കണം. ഈ പുണ്യങ്ങൾ ആ കൈവെക്കുന്നവരിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ബ്രദർ വളരെ വ്യക്തമായി പറയുമായിരുന്നു, സഭാശ്രേഷ്ഠന്മാരെ കൊണ്ട് മാത്രമേ കൈവെപ്പിച്ച് പ്രാർത്ഥിക്കാമുള്ളൂ. ഈ സാധാ മനുഷ്യരെ കൊണ്ട് കൈവെക്കുമ്പോൾ അവരുടെ പാപത്തിൽ നമ്മൾ പങ്കുകാരാകുകയും നമ്മൾ വെക്കുമ്പോൾ വിശുദ്ധിയില്ലാതെ വെച്ചാൽ നമ്മുടെ പാപത്തിൽ അവർ പങ്കുകാരാകുമെന്ന്. ആ സമയത്ത് ലോകം മുഴുവൻ അദ്ദേഹത്തെ എതിർത്തു. പക്ഷേ ആ പ്രബോധനത്തിൽ തന്നെ ബ്രദർ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ബ്രദർ പറയുമായിരുന്നു, 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ 16 മുതൽ 18 വരെയുള്ള തിരുവചനത്തിൽ, എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്ത് ഇല്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എല്ലാവരും ബ്രദറിനെ ഉപേക്ഷിച്ചു, ആരും കൂടെ നിന്നില്ല. എന്നിട്ട് പറയാണ്, എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതിയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടുന്ന് എനിക്ക് നൽകി. അങ്ങനെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. കർത്താവ് എല്ലാ തിന്മകളിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും. അതെ, അദ്ദേഹം അന്ന് നൽകിയ പ്രബോധനങ്ങൾ ആ കാലഘട്ടത്തിൽ അനേകർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഈ ബ്രദറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ എന്ന ബുക്കുകൾ ഞങ്ങൾ ഇറക്കിയപ്പോൾ അനേകരാണ് ഈ പുസ്തകത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ അകത്ത് പറയുന്ന ഓരോ മുത്തുകൾ സ്വീകരിച്ച് ആത്മീയ ശക്തരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചുവെന്നും ലോകം അറിയണം. അതെ, അന്ന് സകലരും എതിർത്തിട്ടും കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ പ്രബോധനങ്ങളെ ലോകം അന്വേഷിച്ച് ആഗ്രഹിക്കുന്നതും ഈ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് അനേകരെ ആഗ്രഹിക്കുന്നതും. ബ്രദർ കർത്താവിൽ വന്ന ശേഷം ഈ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ആരും അദ്ദേഹത്തെ സ്വീകരിക്കാതെ വന്നപ്പോൾ ഒത്തിരിയേറെ പ്രയാസങ്ങൾ സഹിച്ചു. എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസരങ്ങളിലൂടെയെല്ലാം കടന്നു പോയപ്പോൾ ബ്രദർ എപ്പോഴും പാടുമായിരുന്നു തൻ്റെ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ, യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തുമെനിൽ പിന്നിലേക്ക് അല്പവും. ഇപ്പം ഈശോയുടെ പിന്നാലെ പോകാൻ ആഗ്രഹിച്ച, ആ കർത്താവിനെ മാത്രം മുന്നേ കൊണ്ട് പോകാൻ ആഗ്രഹിച്ച ബ്രദർ താൻ അനുഭവിച്ച ഈശോയെ, അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായ ആ ദൈവീക വെളിപാട് എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം ബ്രദറിനെ
സ്പർശിച്ചപ്പോൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിലായി പിടയുന്ന ഒരു ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ് ബ്രദർ ദർശിക്കാൻ ഇടയായത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മാനസാന്തരം തുടങ്ങുന്നത്. പിന്നീട് ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവിക വെളിപ്പെടുത്തൽ കിട്ടുമ്പോൾ, അത് ലോകം അംഗീകരിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്യണമേ എന്ന് ചോദിച്ച കർത്താവ് വെളിപ്പെടുത്തിയ ഒരു ഗാനമാണ്. പറയുന്നുണ്ട്, എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുമ്പിൽ ക്രൂശതും, തീരുമാനം ചെയ്തുമേലിൽ പിന്നിലേക്കിൽ അല്പവും. ബ്രദർ, മുമ്പിൽ ക്രൂശും പുറകിൽ ലോകവും, രണ്ട് സൈഡിലേക്കും പോകാനും പറ്റാത്ത അവസ്ഥ. ഈ അവസ്ഥകളിലെല്ലാം കർത്താവ് തൻ്റെ വചനം ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി അനേക കാര്യങ്ങൾ ഈ ആത്മീയ മനുഷ്യനെ പഠിപ്പിച്ച് ഒരു ആത്മീയ മനുഷ്യനാക്കി തീർത്തു. 1 കൊരിന്തോസ് 4:15 പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസിൻ്റെ വാദം എന്താണ് പറയുന്നത്? ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സുവിശേഷ പ്രസംഗം വഴി യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ഒരു ആത്മീയ ഉപദേഷ്ടാവിൻ്റെ ശാഠ്യമാണത്. ആത്മീയ ഉപദേഷ്ടാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അനേകർക്ക് ദൈവവചനത്തിലൂടെ ആത്മാവിൽ ജന്മം നൽകിയത്, ആത്മാവിൽ വളർത്തിയത് ഈ ആത്മീയ ഗുരുവിൻ്റെ പ്രബോധനങ്ങൾ തന്നെയാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്തോസ് 9:1-2 ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരു അപ്പസ്തോലനല്ലേ? ഞാൻ പ്രവാചകനല്ലേ? എൻ്റെ അപ്പസ്തോല വൃത്തിയുടെ മുദ്രയല്ലേ നിങ്ങൾ ഓരോരുത്തരും? അതെ, ബ്രദറിൻ്റെയൊക്കെ ശുശ്രൂഷകളുടെ മുദ്രകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടവരാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 3:3 പറയുന്നത്, മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകകളിലല്ല, മനുഷ്യൻ്റെ ഹൃദയഫലകത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വ്യക്തമാണ്. ബ്രദറിൻ്റെയൊക്കെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട അനേക ക്രിസ്തുവിൻ്റെ ലിഖിതങ്ങൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവരെല്ലാവരും ഓരോ സ്ഥലത്തും പോയി കർത്താവിനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 8:4 പറയുന്നത് പോലെ, ചിതറിക്കപ്പെട്ടവർ അനേക സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചതുപോലെ അനേകർ ഈ ദൈവമഹത്വത്തിന് വേണ്ടി കർത്താവിനെ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ നമ്മുടെയൊക്കെ ആത്മീയ പിതാക്കന്മാരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും വിശ്വസ്തതയും ഓർമ്മപ്പെടുത്തലും. നമ്മളെല്ലാവരും ആ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നത് വഴിയാണ് അവരെല്ലാം സന്തോഷഭരിതരാകുന്നത്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. കൊളോസ്യർക്ക് ലേഖനം 2:5 പറയുന്നുണ്ട്, ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥാണെങ്കിലും ആത്മാവിൽ നിങ്ങളോട് കൂടെയാണ്. നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. ശാരീരികമായിട്ട് നമ്മളിൽ നിന്ന് ഇപ്പോൾ ഇവിടെയില്ല, എന്നാൽ ആത്മാവിൽ നമ്മുടെ എല്ലാവരുടെയും കൂടെയുണ്ട്. നമ്മളവരെല്ലാം ഓർക്കുമ്പോൾ, നമ്മൾ ബഹുമാനിക്കുമ്പോൾ കർത്താവിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. കാരണം കർത്താവിൻ്റെ കൃപയാണ് കർത്താവ് അവർക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. അവരെ ഓർമ്മിപ്പിക്കുവാൻ ദൈവമാണ് ഇടയാക്കുന്നത്. വിറ്റുപറിനെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഈ അവസ്ഥകളിലൂടെയെല്ലാം കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഇവയെല്ലാം നമുക്കും ഒരു മാതൃകയാകട്ടെ, നമുക്കും ഒരു പഠനമാകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.